ബഹുമാന്യനായ അധ്യക്ഷൻ, തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ MK ബാവ സാഹിബ്, KMMO അറബിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AP ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ PP കുട്ടിയാസൻ സാഹിബ്, CH മഹമൂദ് ഹാജി, AP അബ്ദുൽ വഹാബ്, KT റഹീദ, M അബ്ദുറഹ്മാൻകുട്ടി, TK മൊഹീദ്ദീൻ ഉമരി, ഡോക്ടർ EK അഹമ്മദ് കുട്ടി, ഡോക്ടർ അബ്ദുൽ മജീദ്, KPA മജീദ്, അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ, PMA സലാം സാഹിബ്, CP ഉമർ സുല്ലമി, നൗഷാദ് മണ്ണിശ്ശേരി, KC അയ്യൂബ്, PO ഹംസ മാസ്റ്റർ, പ്രിൻസിപ്പൽ VSMO കോളേജ് ഡോക്ടർ അബ്ദുൽ അസീസ്, പ്രിൻസിപ്പൽ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ L കുഞ്ഞഹമ്മദ്, സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ മുനീർ താനാളൂർ, T ഹംസ സാഹിബ്, P മുഹമ്മദ് സാഹിബ്, P അഷ്റഫ് സാഹിബ്, NP അബു മാസ്റ്റർ, MKH ഹോസ്പിറ്റലിൻ്റെ മാനേജർ അബ്ദുൽ ഹമീദ്, അബ്ദുൽ ഗഫൂർ K, ഡോക്ടർ PM അലവിക്കുട്ടി, അബ്ദുള്ള സുല്ലമി, ഈസ മദനി, ഉസ്മാൻ മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ KT ഗുൽസാർ, മറ്റ് വേദിയിലും മുമ്പിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിയുടെ മറ്റ് ഭാരവാഹികളെ, കമ്മിറ്റി അംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള KMMO അറബിക് കോളേജിലെ അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, പൂർവ്വ വിദ്യാർത്ഥിനികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കോളറ പടർന്നു പിടിച്ച കാലഘട്ടത്തിൽ അന്നത്തെ അനാഥകൾക്ക് വേണ്ടി ആദരണീയനായ MK ഹാജി സാഹിബിൻ്റെ നേതൃത്വത്തിൽ യതീംഖാനയായി തുടക്കം കുറിച്ച ഈ സംഘം പിന്നിട്ട വർഷങ്ങളിലൂടെ ഭൗതിക വിദ്യാഭ്യാസങ്ങൾ നമ്മുടെ പ്രദേശത്ത് കുട്ടികൾക്ക് നൽകുവാൻ വേണ്ടി വിവിധങ്ങളായ ഒട്ടേറെ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വളരെ പ്രശസ്തമായ രീതിയിൽ എല്ലാ സ്ഥാപനങ്ങളും സൗദാബാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്തിൻ്റെ പേരും പ്രശസ്തിയും സംസ്ഥാനത്ത് മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലും എത്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു വിവിധ സ്ഥാപനങ്ങളുടെ സമുച്ചയമായി, കേന്ദ്രമായി, ഒരു മിനി സർവകലാശാല എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കേന്ദ്രമായി മാറിയിട്ട് നീണ്ട ഒട്ടേറെ വർഷങ്ങളായി. ഇവിടെ നിന്ന് പഠിച്ച് പുറത്ത് പോയിട്ടുള്ളവർ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും അറബിക് കോളേജിലാണെങ്കിലും ഓറിയൻ്റൽ സ്കൂളിലാണെങ്കിലും ഏത് B.Ed കോളേജിലാണെങ്കിലും DTC ആണെങ്കിലും ഏത് സ്ഥാപനത്തിൽ പഠിച്ച് പോയ കുട്ടികൾക്കും ഈ സ്ഥാപനത്തോടുള്ള ഗൃഹാതുരപരമായ ഓർമ്മകൾ എല്ലാ കാലത്തും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വർത്തമാനകാല സാഹചര്യങ്ങൾ ഇന്ന് മറ്റ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികളുടെ പ്രവേശനമാകട്ടെ, അധ്യാപകരുടെ നിയമനമാവട്ടെ, അനധ്യാപകരുടെ നിയമനം ഏതാണെങ്കിലും ഏറ്റവും അർഹരായ കുട്ടികളെ നോക്കി
അതുപോലെ തന്നെ യതീംഖാനയിലെ സന്തതികളെ നോക്കി, സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെ നോക്കി അവർക്ക് നിയമനം കൊടുക്കുക വഴി അല്ലെങ്കിൽ പ്രവേശനം കൊടുക്കുക വഴി ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഭാവിയിലുള്ള അത്താണിയാകാൻ ആ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ കുട്ടികൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിനു മുമ്പും ഇവിടെ കോളേജിൻ്റെയും ഒക്കെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടക്കുകയുണ്ടായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ അന്നത്തെ ചടങ്ങുകളിലൊക്കെ സംബന്ധിച്ചു. അതെല്ലാം തന്നെ ഈ സ്ഥാപനത്തോടുള്ള അല്ലെങ്കിൽ സ്ഥാപനങ്ങളോടുള്ള അവരുടെ സ്നേഹവും ആദരവും പ്രകടമാക്കുന്ന തരത്തിലായി. ഇന്ന് മുസ്ലിം സമുദായത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പരിഷ്കർത്താവ് എന്ന് നമുക്ക് സംശയലേശമെന്നെ വിളിക്കാൻ കഴിയുന്ന KM മൗലവി സാഹിബ്, അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ ഫാറൂഖ് കോളേജ് പോലുള്ള നമ്മുടെ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും തുടക്കത്തിലും അവരൊക്കെ ആ സ്ഥാപനം ഇന്നത്തെ നിലയിലായി വളരുന്നതിന് ഒട്ടേറെ ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വലിയ ത്യാഗങ്ങളൊന്നും ചെയ്യാതെ, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാനും അവരുടെ മറ്റു കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്നത്. ഇങ്ങനെയുള്ള KM മൗലവി സാഹിബിൻ്റെ നാമധേയത്തിൽ ഇവിടെ അറബിക് കോളേജ് അൺഎയ്ഡഡ് മേഖലയിൽ ആരംഭിക്കുകയും കുറേ വർഷക്കാലം അംഗീകാരമൊന്നും വാങ്ങിയില്ല എന്ന് ഇന്നാണ് അറിയുന്നത്. അതേ അവസരത്തിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ അതിനെല്ലാം കൊണ്ടും അർഹതപ്പെട്ട ഈ സ്ഥാപനത്തിനും 2012 അംഗീകാരം കൊടുക്കാനുള്ള ഒരു അവസരം മന്ത്രി എന്ന നിലയിൽ ലഭിച്ചു എന്നുള്ളത് ഞാനിവിടെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ അറബിക് കോളേജുകളുടെ സ്റ്റാറ്റസ് ഉയർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ് എന്നും അറബിക് കോളേജുകൾ വെറും അഫ്സലുലമയും പ്രിലിമിനറിയും മാത്രമായി കഴിഞ്ഞുകൂടാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ കോളേജിൻ്റെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്ന കോഴ്സുകൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും നമ്മുടെ രാജ്യത്തുള്ള മിക്കവാറും എല്ലാ അറബിക് കോളേജുകളും പല കോഴ്സുകളായി ഇസ്ലാമിക് ബാങ്കിങ് ആയിട്ടും ഇസ്ലാമിക് ഫിനാൻസ് ആയിട്ടും അതുപോലെ കുറേ കോഴ്സുകൾ, പുതിയ കോഴ്സുകൾ നമ്മുടെ കുട്ടികൾക്ക് അറബിക് കോളേജുകളിലും പഠിക്കാനുള്ള അവസരം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഇന്ന് ഈ 71 ആരംഭിച്ച ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങളുടെ ഒരു ഒത്തുചേരൽ ആദ്യമായിട്ടാണ് നടത്തുന്നത് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ഇതൊരു അസുലഭ മുഹൂർത്തമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 71 മുതൽ ഉള്ള 45-46 വർഷങ്ങൾ ഇവിടെ പഠിച്ചു പോയി പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുകയും മറ്റു രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ പഠിച്ച സ്ഥാപനത്തിൽ വരുവാനും അവരുടെ സഹപാഠികളെയും അതിനു മുമ്പും പിമ്പുമൊക്കെ പഠിച്ച കൂട്ടുകാരെ കാണുവാനും ഒക്കെയുള്ളൊരവസരമാണ് ഇതുവഴി സംജാതമാക്കിയിട്ടുള്ളത്. നേരത്തെ ബാബാസാഹിബ് പറഞ്ഞതുപോലെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലെയും കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മ ഇവിടെ രൂപീകൃതമായിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ഈ അറബിക് കോളേജിൻ്റെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ ഒരു പുതിയ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുവാനും അത് ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾക്കും അതുപോലെ തന്നെ ഏതെങ്കിലും നിലയിൽ ഈ സ്ഥാപനത്തിനെ സഹായിക്കാൻ കഴിയുമെങ്കിലും അതിനുമൊക്കെ പ്രേരകമാകുന്ന ഒരു കമ്മിറ്റിയായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചാൽ തീർച്ചയായും
നമ്മളാക്കിയ ആ സ്ഥാപനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കടമയായിരിക്കും അത് എന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടുത്തെ പ്രധാനമായി പിരിഞ്ഞു പോയിട്ടുള്ള അധ്യാപകരെ ആദരിക്കുക എന്നുള്ള ചടങ്ങാണ് ഇവിടെ നിർവഹിക്കാനുള്ളത്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ആദരിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.